കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 19, തിരുവചനങ്ങൾ 41 മുതൽ. അക്കാലത്ത് യേശു ജെറുസലേമിനടുത്ത് വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ലു ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവസങ്ങളിലെല്ലാം ആദ്യ വായനയിൽ മക്കബായക്കാരുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുള്ള 2 സംഭവങ്ങൾ നമ്മൾ കേട്ടു. ഒന്ന്, പുരോഹിതനായ എലയാസറിനെ ഒരു സ്വല്പകാലത്തേക്ക് കൂടി ജീവിക്കുവാൻ പന്നിമാംസം കഴിക്കുന്നത് പോലെ അഭിനയിക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ ദൈവത്തിനോട് കൂടി ജീവിച്ചു, ഒരു അല്പസമയം, കുറച്ചു കാലം മനുഷ്യരുടെ മുൻപിൽ പ്രീതി നേടാനോ അതല്ലെങ്കിൽ എൻ്റെ ജീവൻ സംരക്ഷിക്കുവാനോ വേണ്ടി ഞാനൊരു കള്ളത്തരം ചെയ്താൽ ഞാൻ മൂലം ഒത്തിരിയേറെ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടും. രണ്ടാമത്, ഇന്നലെ നമ്മൾ വായിച്ചു കേട്ടു, ഒരമ്മ തൻ്റെ 7 മക്കളും കൊലക്കളത്തിലേക്ക് വിശ്വാസത്തെ പ്രതി നയിക്കപ്പെടുമ്പോഴും ഒരൊറ്റ ആളോട് പോലും പറഞ്ഞില്ല, നിൻ്റെ ജീവനെ സംരക്ഷിക്കുവാൻ നീ ആ രാജാവ് പറയുന്നത് കേൾക്കാൻ പറഞ്ഞില്ല. പിന്നെയോ ദൈവത്തെ അനുസരിക്കാൻ. കാരണം നിനക്ക് ജീവൻ തന്നത് ദൈവമാണ്. ജീവൻ കൊടുത്തും ദൈവത്തോട് അനുസരണയുള്ളവരായിരിക്കുവാൻ ആ അമ്മ തൻ്റെ മക്കളെ പ്രചോദിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗത്ത് നമുക്കറിയാം, മക്കബായക്കാരുടെ പുസ്തകം മുഴുവനും വിശ്വാസം സംരക്ഷിക്കുവാനും ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കുവാനും വേണ്ടി യഹൂദ ജനത നടത്തുന്ന വലിയൊരു പടയൊരുക്കത്തിൻ്റെ കഥയാണ്. മക്കബായക്കാരായ ആ ഒരു കുടുംബ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് മത്താത്തിയാസും പിന്നീട് മക്കളായ യൂദാസും മറ്റ് സഹചരന്മാരും സെമിയോനും എല്ലാം ചേർന്ന് ഈ ഒരു രാജാക്കന്മാരുടെ വളരെ മോശമായ ഇടപെടലിനെ ചെറുത്തു നിൽക്കുന്നതിൻ്റെ ചരിത്രമാണ് മക്കബായക്കാരുടെ പുസ്തകം. കർത്താവിൻ്റെ വരവിന്, കർത്താവിൻ്റെ ജനനത്തിന് ഏകദേശം 170 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ചരിത്രം വീണ്ടും വീണ്ടും വ്യക്തിപരമായിട്ടും കാലത്തിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ഒരിക്കലും വിശ്വാസത്തിനെതിരായിട്ടുള്ള നമ്മുടെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും അവസാനിക്കുന്നില്ല. ഇന്ന് മത്താത്തിയാസിൻ്റെ മുൻപിൽ വെച്ച പ്രലോഭനം എന്താണ്? അല്ലെങ്കിൽ യഹൂദ ജനതയുടെ മുഴുവനും മുൻപിൽ വെച്ച പ്രലോഭനം എന്താണ്? രാജാവ് പറയുന്നത് പോലെ കേട്ട് രാജകൽപ്പന അനുസരിച്ച് രാജാവിനെ ആരാധിച്ചാൽ, അതായത് ദൈവത്തെ നീ മറന്നാൽ, ആ ഒരു കോംപ്രമൈസിന് നീ റെഡിയായാൽ നിനക്ക് എത്ര സൗഭാഗ്യങ്ങൾ വേണമെങ്കിലും ഈ ഭൂമിയിൽ ലഭിക്കും. സ്വത്ത് ലഭിക്കും, രാജാവിൻ്റെ കൂട്ടുകാരൻ എന്നുള്ളൊരു പദവി ലഭിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവത്തെ മറന്ന് ലോകത്തെ പുൽകാൻ എന്നെ പ്രലോഭിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും സാഹചര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എലയാസറിനെ പോലെ ഒരുപക്ഷെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ, കുറച്ച് സുഖത്തിന് വേണ്ടി, കുറച്ച് നാളത്തെ ആയുസ്സിന് വേണ്ടി, കുറച്ച് സൗകര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മറക്കാൻ, സ്വാർത്ഥം അന്വേഷിക്കാൻ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ ഇതൊരു ജീവൻ മരണ കാര്യമല്ലേ, ഇതിന് വേറെ കാര്യത്തിലൊന്നുമില്ലല്ലോ, ജീവൻ രക്ഷിക്കാനല്ലേ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഞാൻ ഒഴികഴിവുകൾ കണ്ടെത്തിയേക്കാം. അതല്ലെങ്കിൽ ഇന്ന് എൻ്റെ മുൻപിൽ, നിങ്ങളുടെ മുൻപിൽ എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും പ്രലോഭനമായിട്ട് വരുന്നിട്ട് പറയാം, സാരമൊന്നുമില്ല, നിൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, ദൈവത്തെ ഒരു നിമിഷം നീ മറന്നാൽ നീ ആഗ്രഹിക്കുന്ന പലതും നിനക്ക് സാധിച്ചെടുക്കാം. സുഖമായിരിക്കാം, ഉയർച്ചയായിരിക്കാം, നേട്ടമായിരിക്കാം. ഈ സാഹചര്യങ്ങളിലെല്ലാം ഞാൻ എന്ത് പ്രതികരണമാണ്, എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളതാണ് എത്രമാത്രം നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണെന്നുള്ളതിന് തെളിവായിട്ട് വരുന്നത്. യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ വിശ്വാസം എപ്പോഴും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. വിശ്വാസത്തെ ഉരച്ചു നോക്കുന്ന, പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലാണ് നീ വിശ്വാസത്തിൽ കൂടുതൽ തീഷ്ണതയുള്ളൊരു വ്യക്തിയായിട്ട് മാറുന്നത്. ഒരു പ്രലോഭനത്തെ അതിജീവിച്ചു, അതല്ലെങ്കിൽ 1-2 പരീക്ഷണങ്ങളെ അതിജീവിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മാഞ്ഞു പോകുന്നില്ല.
നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം, പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കാൻ, കൂദാശയിൽ നിന്ന് മാറി നിൽക്കാൻ, കൽപ്പനകളിൽ നിന്നും വചനത്തിൽ നിന്ന് മാറി നിൽക്കാൻ, സഭയിൽ നിന്ന് മാറി നിൽക്കാൻ എല്ലാത്തരം പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ഒരു കാര്യം മാറി നിന്നാൽ എനിക്ക് പല സൗകര്യങ്ങളും കിട്ടുമായിരിക്കാം. ഒരു ദിവസം പള്ളി വരാതിരുന്നാൽ കുറച്ചുകൂടി നേരം കിടന്നുറങ്ങാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അടിച്ചു വിളിക്കാൻ പറ്റിയേക്കാം. വചനത്തെ മറന്നാൽ, 10 കൽപ്പനകളെ മറന്നാൽ ഒരു പക്ഷേ വചനവും സഭയും കൂദാശകളുമൊക്കെ നിഷിദ്ധമെന്ന് പറയുന്ന, അരുതെന്ന് പറയുന്ന പല സുഖങ്ങളും അനുഭവിക്കാൻ പറ്റിയേക്കാം. അപ്പോഴൊക്കെയും പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 16:26 നമ്മുടെ മനസ്സിലുണ്ടാവണം. നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്തു പ്രയോജനം? കാരണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമ്മൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ഒരു മാസം നമുക്കറിയാം, ഈ ലോകത്തിലെ പരിമിതമായ ജീവിത സമയം, നമ്മളെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങൾ നിത്യതയിലേക്കുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുക്കി വയ്ക്കുന്ന കാര്യങ്ങളാണെന്ന് മറന്നു പോകരുത്. ഈ ഒരു ഭൂമിയിലെ വാസത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു പക്ഷേ ഭയങ്കരമായ വേദനയിൽ, നിത്യതയിലേക്ക് ആ ഒരു വേദന അനുഭവിക്കാൻ എന്നെ ഒരു പക്ഷേ നയിച്ചേക്കാം. ദൈവം എന്നെ നോക്കി, നിന്നെ നോക്കി വിലപിക്കുന്നുണ്ടോ എന്നുള്ളതാണൊരു ചോദ്യം. മത്താത്യാസ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ദൈവത്തെ വിട്ടുപോയാലും, നിങ്ങളെല്ലാവരും സുഖം അന്വേഷിച്ച് പോയാലും ഞാനും എൻ്റെ വീട്ടുകാരും ഒരിക്കലും ദൈവത്തെ മറക്കില്ല. ജോഷുവ പറഞ്ഞ ഡയലോഗും അത് തന്നെയാണ്. ജോഷുവയുടെ പുസ്തകം 24:5 വായിച്ചാൽ നമുക്കറിയാം, നിങ്ങൾ ആരുടെയൊക്കെ പിന്നാലെ പോയാലും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എല്ലാ ദിവസവും നമ്മൾ നടത്തേണ്ട ഒരു ആത്മീയ യുദ്ധമാണ്. നമ്മളെടുക്കേണ്ട, ചങ്കുറപ്പോടെ എടുക്കേണ്ട തീരുമാനമാണ്, എങ്ങനെ ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കും, എങ്ങനെ ദൈവത്തോട് ഞാൻ അനുസരണത്തിൽ വർത്തിക്കും, എങ്ങനെ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കും. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പരീക്ഷകൾ ഉണ്ടാകും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മത്താത്യാസ് എടുത്ത തീരുമാനം പോലെയുള്ള തീരുമാനങ്ങളല്ല കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത് എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. തൻ്റെ സഹോദരൻ ദൈവത്തെ മറന്ന് തെറ്റു ചെയ്യുന്നത് കണ്ട് അവന് ധാർമ്മിക രോക്ഷമുണ്ടായി. അത് ഓക്കെ, പക്ഷേ അവനെ കൊല്ലാനുള്ള അവകാശം മത്താത്യാസിനില്ലായിരുന്നു. അത് പലപ്പോഴും പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു ചോദ്യം ഇതാണ്, അവർ പലരും യുദ്ധത്തിലൂടെ, രക്തച്ചൊരിച്ചിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ ഞങ്ങളും ഇക്കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ അവ്യക്തമായൊരു ധാരണ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് വന്നപ്പോൾ തെറ്റ് ചെയ്യുന്ന നിൻ്റെ സഹോദരനെ നീ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ പേഴ്സണലി അവനെ ശാസിക്കുക, അവൻ കേട്ടില്ലെങ്കിൽ മുതിർന്നവരെ കൊണ്ട് അവനെ ഗുണദോഷിക്കുക, ഒരു തരത്തിൽ അവനെ കേൾക്കുന്നില്ലെങ്കിൽ അവനെ വിജാതീയനെ പോലെ കരുതുക, അവനെ പുറത്താക്കാൻ, അവനെ ദ്വേഷിക്കാനല്ല, അവൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുക. അതാണ് വിജാതീയനെ പോലെ കരുതുക എന്നുള്ളത്. അതല്ലാതെ മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ മേൽ കൈവയ്ക്കാൻ നമുക്ക് അവകാശമില്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഉള്ളിൽ മറ്റൊരാളുടെ വീഴ്ച കാണുമ്പോൾ, പാപത്തിൻ്റെ, കളങ്കത്തിൻ്റെ കറ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സങ്കടം തോന്നിയേക്കാം, ധാർമ്മികമായ രോഷം തോന്നിയേക്കാം. ഞാൻ എന്തു ചെയ്യും? 1, ദൈവസന്നിധിയിൽ നിൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ആ വ്യക്തിയോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക. നിന്നെക്കൊണ്ട് ആ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ ചെയ്യുക. അതല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തെറ്റ് ചെയ്യുന്ന ഒരാളല്ലേ കരയേണ്ടത്? ജെറുസലേമാണ് തെറ്റ് ചെയ്തത്. തള്ളക്കോഴി ചിറകൻ കീഴിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും നിങ്ങൾ കുതിരയോടി എന്ന് ജെറുസലേമിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. എന്നിട്ടും ജെറുസലേമിനെ നോക്കി കർത്താവാണ് കരയുന്നത്. ചിലപ്പോൾ മാതാപിതാക്കൾക്കൊക്കെ ഇത് കുറേയും കൂടി ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. മക്കൾ തെറ്റ് ചെയ്യും, മക്കൾക്കിട്ട് പിടിച്ച് 2 കൊടുക്കും, എന്നിട്ട് മാതാപിതാക്കൾ തന്നെ സങ്കടപ്പെടും, അല്ലേ? അവന് ഫുഡ് കൊടുക്കണ്ട, അവനൊന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പനും അമ്മയും അല്ലേ പറയും ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയി വിശന്ന് കിടക്കും. എന്തുകൊണ്ടാണ്? തൻ്റെ മക്കൾ വഴിതെറ്റി പോകുന്ന ഓർത്തിട്ടോ തെറ്റ് ചെയ്ത് ഓർത്തിട്ടുള്ള സങ്കടത്തിൽ നിന്നാണ്. അത് സ്നേഹത്തിൻ്റെ ഒരു രോദനമാണ്. പ്രിയമുള്ളവരെ, ഇതേ വിലാപം നിന്നെ നോക്കി, എന്നെ നോക്കി കർത്താവ് പറയുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എത്രയോ പരിശ്രമിച്ചു, നിന്നെ സ്നേഹത്തിൽ നിലനിർത്താൻ, വിശുദ്ധിയിൽ നിലനിർത്താൻ, നിന്നെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എത്രയും പരിശ്രമിച്ചിട്ടും നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അതാണ് നമ്മൾ കേട്ട അവസാനത്തെ വാചകങ്ങൾ സുവിശേഷത്തിൽ.
നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് തിരിച്ചറിയാൻ പറ്റണം. നിന്നെ പലതരത്തിലും തെറ്റിൽ നിന്നും പിൻവലിക്കാൻ, നേരായ മാർഗത്തിൽ ചരിക്കാൻ പല അവസരങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കാനും, ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും, തിന്മയെ ചെറുക്കുവാനും, വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ദൈവം നിൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഇടപെടുന്നുണ്ട്. ഇസ്രായേൽക്കാർ, യഹൂദർ, ജെറുസലേം നിവാസികൾ മിശിഹായെ തിരിച്ചറിയാത്തതുപോലെ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും സ്വാർത്ഥപരമായ നേട്ടങ്ങളിലും പെട്ട് പലപ്പോഴും നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ണടച്ച് ഇരുട്ടാക്കുക. ദൈവതിരുസന്നിധിയിൽ ആ ഒരു ഉൾക്കണ്ണ് തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ നോക്കി കർത്താവ് കണ്ണുനീര് പൊഴിക്കാൻ ഇടയാകരുത്. എന്നെ നോക്കി കർത്താവ് വിലപിക്കരുത്. നീ നിൻ്റെ പ്രവൃത്തികൾ മൂലം നിൻ്റെ ജീവിതം, നിൻ്റെ കുടുംബം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്നോർത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നോക്കി കർത്താവ് കരയാൻ ഇടവരരുത്. പിന്നെയോ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും നോക്കി കർത്താവ് സന്തോഷത്തോടെ പറയാൻ പറ്റണം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രി. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിന്നതിനാൽ ഞാൻ നിന്നെ രക്ഷിക്കും എന്ന അഭിമാനത്തോടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് കരുതാൻ സാധിക്കട്ടെ. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിനം, അനുനിമിഷം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.